26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. അമേരിക്കയിൽ സൈക്ലോസ്പോറ എന്ന കുടൽ രോഗം പടർന്നു പിടിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. സൈക്ലോസ്പോറ കൈറ്റനൻസിസ് എന്ന പാരസൈറ്റിലൂടെയാണ് കുടലിനെ ബാധിക്കുന്ന രോഗം പകരുന്നത്. 34 സംസ്ഥാനങ്ങളായി 7000 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അമേരിക്കയിലെ 30 സംസ്ഥാനങ്ങളിൽ രോഗം പടർന്നു. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് മിഷിഗണിലാണ്. ന്യൂയോർക്ക്, നോർത്ത് കരോലിന, ഇന്ത്യാന, കെൻറ്റക്കി, ന്യൂജേഴ്സി, ടെക്സസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും രോഗബാധിതരുടെ നിരക്ക് 100-ലേറെയാണ്. ലെറ്റ്യൂസിൽ നിന്നോ സാലഡിനായി ഉപയോഗിക്കുന്ന ഇലകളിൽ നിന്നോ രോഗം വ്യാപിച്ചെന്നാണ് കരുതുന്നത്. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും രോഗം ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. മനുഷ്യവിസർജ്യം കലർന്ന ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് സൈക്ലോസ്പോറ പടരുന്നത്. രോഗബാധയേറ്റ് കഴിഞ്ഞാൽ 1 മുതൽ 2 ആഴ്ചകൾക്ക് ശേഷം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ക്ഷീണം, ശരീരവേദന എന്നിവയിൽ തുടങ്ങി വയറിളക്കം, വയറുവീർക്കുക, വേദന, ഓക്കാനം എന്നീ ലക്ഷണങ്ങളും കാണപ്പെടും. ചികിത്സ വൈകിയാൽ രോഗം മാസങ്ങളോളം നീണ്ടുനിൽക്കും. നേരത്തെ പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ വേവിക്കാതെ കഴിക്കുന്നതിലൂടെ സൈക്ലോസ്പോറ പകരുന്നതായി കണ്ടെത്തിയിരുന്നു. ലെറ്റ്യൂസ്, സാലഡ് മിക്സുകൾ, ബേസിൽ ലീവ്സ്, റാസ്ബെറി, ഫ്രഷ് ഫ്രൂട്ട് മിക്സ് തുടങ്ങിയവയിലൂടെയും രോഗവ്യാപനം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.